ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പടുവലങ്ങ തോരനാണ്. കടലപ്പരിപ്പെല്ലാം ചേർത്ത് നല്ല അടിപൊളിയായിട്ട് ലഞ്ചിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാനായിട്ട് ഒരു 1/2 കിലോൻ്റെ പടുവല എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 50 ഗ്രാം കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ ഞാനത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1/4 മുറി നാളികേരം ചിരവിയത്. ഇനി നമുക്ക് ആ കടലപ്പരിപ്പ് ഒരു പാത്രത്തിലിട്ട് വെള്ളം നികര ഒഴിച്ച് നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കണം. ഒരല്പം ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ഉപ്പൊക്കെ ശരിക്കൊന്ന് പിടിച്ചോളും. കടലപ്പരിപ്പ് ഒരുപാട് അങ്ങോട്ട് വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് വെന്തോളും, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് വെന്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ പടുവല ഒന്ന് കട്ട് ചെയ്ത് വരാം. പടുവലത്തിൻ്റെ പുറം ഭാഗം ഇതേപോലെ നമ്മളൊരു കത്തി കൊണ്ട് ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗത്തെ കുരുവെല്ലാം കളഞ്ഞു അതിനെ രണ്ടാക്കിയിട്ടുണ്ട്. അതിനെ ഒന്നുകൂടി ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഈ പീസ് നമ്മൾ ഇതേപോലെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുന്ന സമയത്ത് കാണാനും നല്ല ഭംഗിയുണ്ടാകും, പെട്ടെന്ന് വെന്തും കിട്ടുക. ഇതേപോലെ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പടുവിലെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി ഞാൻ അത് മാറ്റി വെച്ചു. കടലപ്പരിപ്പ് ഞാൻ അതിന് വെള്ളത്തിൽ നിന്ന് ഊറ്റി ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് വേവ്, ഇത്രേ വേവുള്ളൂ കടലപ്പരിപ്പ്, അങ്ങനെയാണ് അതിൻ്റെ പാകം. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ചു. ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/2 സ്പൂൺ അളവിൽ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു 1/2 മുറി സവോള ഇതേപോലെ കട്ട് ചെയ്തു നല്ലപോലെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 4 വെള്ളുള്ളി ഇതേപോലെ ചതച്ച് തന്നെ ചേർക്കുക. വെള്ളുള്ളി ചതച്ച് തന്നെ ചേർക്കണം, ഇഷ്ടമില്ലാത്തവരെ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. 3 പച്ചമുളക് പൊടിയായി കട്ട് ചെയ്ത് അതും കൂടി ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ സവോളയൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് വഴന്ന് വന്ന സമയത്ത് നമ്മൾക്ക് പടുവലം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പടുവലം ചേർത്ത് നമ്മൾക്ക് ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. ലഞ്ചിൻ്റെ കൂടെ കഴിക്കാനും അല്ലാതെയും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളിനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തു, അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തു. എന്നതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്തു. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾക്കൊന്ന് മൂടി വെച്ച് ഒരു 6 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ലോട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ 6 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട്. ഒരു വിധമൊക്കെ പടുവല വെന്ത് വന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ നമുക്ക് ബോയിൽ ചെയ്ത് വെച്ച പരിപ്പും കൂടി ചേർത്തു. ഇപ്പോൾ നമ്മുടെ വെള്ളം ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, അല്പം കൂടി ഉണ്ട് വറ്റാനായിട്ട്. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂൺ അളവിൽ മുളക് പൊടി. അപ്പോൾ നല്ലൊരു എരിവും കൂടിയായി. പച്ചമുളക് നമ്മൾ 3 ചേർത്തുള്ളൂ, അതുകൊണ്ട് ഈ മുളക് പൊടി കൂടി ചേർക്കാം. അതുകൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി ഒന്നുകൂടി നമുക്കൊന്ന് അടച്ച് വയ്ക്കണം. അല്പം കൂടി ഒന്ന് വെള്ളം വറ്റി വരാനുണ്ട്. അപ്പോൾ ആ മുളക് പൊടിയൊക്കെ ഒന്ന് അതിലേക്ക് എരിവൊക്കെ ഒന്ന് ചേർന്ന് പിടിച്ചോളും. 2 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ട് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് 1 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പടുവലൊക്കെ നല്ല വൃത്തിയായിട്ട് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഒരു പൊടി കൂടി ഉപ്പ് ഞാനിപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ചിരവി വെച്ചിരുന്ന തേങ്ങ അതും കൂടി ചേർക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം ഒരു 1/2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളമെല്ലാം വറ്റി കറക്റ്റ് നല്ല തോരൻ്റെ പാകത്തിന് വന്നിട്ടുണ്ട്. എന്തായാലും നല്ല അടിപൊളി തോരനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി അടച്ചു വെച്ചു. നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പടുവലങ്ങ കടലപ്പരിപ്പ് തോരൻ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ അത് വേറെ പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പടുവലങ്ങ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾക്ക് ചോറിൻ്റെ കൂടെ പടുവലങ്ങ തോരനും ഒരു മാങ്ങയുടെ അച്ചാറുണ്ട്, പിന്നെ ഒരു സവോള തക്കാളി ഒഴിച്ചു കറിയും. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്